ഇതിൽ ഹീറോ എടുത്ത് പറഞ്ഞപ്പോൾ സാറിൻ്റെ മോനാണ് മുബിൻ അല്ലേ? അപ്പോൾ ഫസ്റ്റായിട്ട് ഒരു ആക്ടറായിട്ട് അതും സാറിൻ്റെ പടത്തിലൂടെ തന്നെ മോൻ വരികയാണ്. സോ ടെൻഷൻ ഉണ്ടോ അതോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൂടെയാണോ നോക്കി കാണുന്നത്? രണ്ടുമുണ്ട്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ഈ സിനിമയിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല ഇത്. കാരണം മുബിൻ സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 വർഷത്തിൽ കൂടുതലായി, 7 വർഷത്തോളമായി. അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും അങ്ങനെ കുറേ കാലമായിട്ട് സിനിമയിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആദ്യം ഡയറക്ഷൻ ആയിരുന്നു ഉദ്ദേശം, ഡയറക്ഷൻ വേണമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഇതിലൊക്കെ തുടങ്ങി വെച്ചതാണ്. പിന്നെയാണ് ഇങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇങ്ങനെ അഭിനയിച്ചുകൂടെ. നാദർഷ പോലും ചോദിച്ചിട്ടുണ്ട്, ഇവൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് എൻ്റെ ലൊക്കേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവനെ അഭിനയിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ഒരു 5-6 വർഷത്തെ ഹാർഡ് വർക്ക് ഉണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ അങ്ങനെ പതുക്കെ വന്ന് ഇപ്പോൾ ഒരു അവസരം കൊടുത്ത് നോക്കാമെന്ന് പറയുന്ന ഒരു ധൈര്യം എനിക്കും വന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത്? മുബിന്റെ പേര് ഇക്കയാണോ അതോ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത് സൈലക്സ് അബ്രഹാം എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൻ എൻ്റെയും ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, റാഫിക്കയുടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്യാൻ റാഫിക്ക് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പോൾ അതിൽ അവൻ ഫിക്സ് ചെയ്താണ് മുബിനെ. കാരണം അവരൊരുമിച്ച് വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ വോയിസ് ഓഫ് സത്യാദലിൽ രണ്ടുപേരും, മുബിൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുണ്ട്, സൈലക്സ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. അവർ തമ്മിലുള്ള ഇതിൽ അവർ തീരുമാനിച്ചാണ്. ആള് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു, ഇവൻ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തീരുമാനിച്ചു. പിന്നെ അത് നേരെ നിങ്ങളുടെ കൈകളിലേക്ക് പുള്ളി അതൊരു പ്രൊഡക്ഷൻ പരിപാടിയിലേക്ക് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നിന്നിട്ട് അല്ലേ ആവശ്യമായിട്ട് വന്ന് ചോദിച്ചു, നിങ്ങളുടെ ഒരു കോംബോ ആയിട്ട് അങ്ങനെ വരണമായിരിക്കില്ലേ നല്ലത്? അല്ല, സാധാരണ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ പെട്ടെന്ന് ആരും അങ്ങനെ ഒരു മനസ്സ് വരാറില്ല. സാധാരണ നമ്മളെല്ലാവരും സംവിധായകരാകാനായിട്ട്, പ്രത്യേകിച്ച് അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർക്കൊരു പ്രൊഡ്യൂസർ കിട്ടാനും ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടാനും കൊതിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചില നേരത്ത് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഈ നന്മ എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കുന്ന പോലെ അല്ലാതെ ചിന്തിക്കാനും കഴിവുള്ള കുറേ സൗഹൃദങ്ങൾ. അപ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഇങ്ങനൊരു കോമ്പിനേഷൻ. അപ്പോൾ അത് കഥ നല്ലതായതിൻ്റെ പേരിലാണ് നമ്മളും, കാരണം അതല്ലാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് തോന്നില്ലല്ലോ. നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളും വന്നപ്പോൾ ഈ സിനിമേൻ്റെ ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. കാരണം നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ നല്ല രീതിയിൽ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ബാക്കിയുള്ള റിസൾട്ട്. ഇക്ക ഡയറക്റ്റ് ചെയ്ത മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തമാശയും ഉണ്ടാവും, എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു മോറലും ഉണ്ടാവും. എന്തെങ്കിലും ചിന്തിപ്പിക്കുന്ന ഒരു പോയിന്റ് ഇട്ടിട്ടായിരിക്കും എല്ലാം ഇപ്പം ചെയ്തിരിക്കുന്ന എല്ലാ മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന മൂവിയിലും രണ്ടും ഉള്ള ജോണറാണോ? എന്താണ് ആ മൂവിയുടെ ജോണറും കാര്യങ്ങളും? ഇല്ല, ഇതിൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു പാറ്റേൺ അല്ല, ഒരു പുതിയ പാറ്റേൺ ഇതിൽ പിടിച്ചിരിക്കുന്നത് സിനിമയിൽ. അപ്പോൾ 2 സ്ഥലത്തും ഒരു പരീക്ഷണമുണ്ട്. ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റിലും ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്നത്. നാദർഷയുടെ ഈ ടൈപ്പുള്ള സിനിമ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത്രയും എന്താ പറയുക സിറ്റുവേഷൻസ്. അതായത് സിനിമയിൽ ഇതിനകത്ത് മുബിനെ പോലുള്ളൊരു പുതിയ ഹീറോ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് വലിയ ഒരു ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ അഭിനയിക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഇതിൻ്റെ അകത്ത് ഈ സീനിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സീനൊക്കെ വലിയ സീനാണ്, നമ്മൾ നന്നായിട്ട് മേക്ക് ചെയ്യേണ്ട സീൻസാണ്, അത്രയും ഹെവിയാണ്. അതിപ്പോൾ ആർട്ടിസ്റ്റ് പുതിയതാണെന്ന് വെച്ചിട്ട് നമുക്കത് കൊച്ചാക്കാൻ പറ്റില്ല. അത് ഒരു അങ്ങനത്തെ സീക്വൻസ് ഇപ്പോൾ ഷിപ്പിനകത്തുള്ള സീൻ നമ്മൾ അയ്യോ മുമ്പിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം നമുക്കത് ഷിപ്പ് മാറ്റിയിട്ട് ചെറിയൊരു വഞ്ചിയാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഷിപ്പായിട്ട് തന്നെ ഷൂട്ട് ചെയ്യണം ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ നമുക്കിതൊരു വലിയ സിനിമയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ആകെയുള്ളൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള സംവിധായകൻ, ഇപ്പോൾ എൻ്റെ 7ാമത്തെ സിനിമയാണ്. ബാക്കി ഈ ചെയ്ത സിനിമകളെല്ലാം പ്രൊഡ്യൂസർക്ക് കാശ് മേടിച്ച് കൊടുത്തിട്ടുള്ള സിനിമകളാണ് എല്ലാം. അപ്പോൾ ഈ സിനിമയും പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടണമെന്നുള്ളൊരാഗ്രഹമാണ്. ബാക്കി എല്ലാം നമ്മളുടെ ഈ പറയുന്ന ചില പടങ്ങളിൽ തമാശകളുണ്ടാവും, ചിലതിൽ തമാശ കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. ചിലപ്പോൾ എനിക്ക് പറ്റിയേക്കുന്ന ആദ്യകാല സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ സിനിമകളുടെ അത്ര നന്നായിട്ടില്ല എന്നുള്ള റിസൾട്ട് വന്നിട്ടുണ്ടാകാം.
അല്ലെങ്കിൽ ചില തമാശകൾ നാഥയുടെ ചില പടങ്ങളിലെ തമാശകൾ വാട്സപ്പ് കോമഡി പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പല കമൻസും വന്നിട്ടുണ്ട്, ഇതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ആയിക്കോട്ടെ, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ചെയ്ത പടങ്ങളെല്ലാം കാശ് കിട്ടിയിട്ടുണ്ട്. ഈ പടവും കാശ് കിട്ടണം എന്നുള്ളതാണ് പ്രാർത്ഥന. ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം.